അപ്പോൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫുഡ് പ്രോഡക്ട്സ് എല്ലാം വെൻഡേഴ്സ് നേരിട്ട് എടുക്കുകയാണോ, നമുക്ക് വേറെ ഫാംസ് ഉണ്ടോ, എങ്ങനെയാണ് അതൊരു എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? അത് മെയിനായിട്ട് ഇപ്പോൾ പ്രോൺസിന് ആണെങ്കിൽ അബാദിന്, നിസാംപട്ടണത്തും നെല്ലൂരും എല്ലാം വലിയ വലിയ ഫാമുകളുണ്ട്. അതായത് കമ്പനി ഡയറക്റ്റ് തന്നെ ചെയ്യുന്ന ഫാമിങ്ങുകളുണ്ട്. അവിടെ നിന്ന് നമ്മൾക്ക് അത് അബാദ് ഫിഷറീസ് എക്സ്പോർട്ട് കമ്പനിയുടെയാണ്. അപ്പോൾ അവരുടെ ഫാമുകളിൽ നിന്നാണ് നമുക്ക് മെറ്റീരിയലും കിട്ടുന്നത്. അവർ ഫോറിൻ കമ്പനികളുമായിട്ട് കൊളാബറേഷനിലുള്ളതാണ്. അവരുടെ വേണ്ട എല്ലാ സ്ട്രിക്റ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും എൻഷുർ ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഫാമിംഗ് നടത്തുന്നത്. ആ പ്രോൺസ് തന്നെയാണ് നമ്മൾക്ക് വരുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ ഫിഷിൻ്റെ പ്രൊക്യൂർമെൻറ്റ്, ഇപ്പോൾ ഞങ്ങളുടെ പാരൻറ്റ് കമ്പനി അബാദ് ഫിഷറീസ് എന്ന് പറയുന്നത് 95 ഇയർ പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള കമ്പനി. അത്രയും കാലം ഒരു സീ ഫുഡ് സോഴ്സിങ്ങിലുള്ള എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇതാത് ലാൻഡിങ് സെൻറ്ററുകളിൽ നിന്ന് അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്തു തരുന്ന സപ്ലയേഴ്സ് തന്നെയാണ് ഇത് ജനറേഷനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് സപ്ലൈ. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റുകൾ, അപ്പോൾ അതിൽ ഇന്ന പ്രോഡക്റ്റ് വന്നാലേ അത് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ കഴിയുന്നതും ഞങ്ങൾ ഈ ലോങ് ബോട്ടുകളല്ലാതെ 1 day 2 day ബോട്ട് പോകുന്ന മെറ്റീരിയലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് ആ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി ആഫ്റ്റർ ക്യാച്ച് അത് അധികം വൈകാതെ തന്നെ നമ്മുടെ ഫാക്ടറിയിൽ എത്തുന്ന രീതിയിലുള്ള സോഴ്സിങ് സെലക്ഷൻ നമ്മൾ ചെയ്യാറുണ്ട്. അതുകൂടാണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സീ ഫുഡ് എക്സ്പോർട്ട് ഫാക്ടറികളിലുള്ളത് അബാദ് ഫിഷറീസിനാണ്. 14 ഫാക്ടറീസ് അക്രോസ് ഓൾ ദ കോസ്റ്റൽ ഏരിയ ഉണ്ട്. അത് വെസ്റ്റ് കോസ്റ്റും ഈസ്റ്റ് കോസ്റ്റുമായിട്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ അറൈവൽ ആ പ്രോഡക്റ്റുകൾ നമ്മളുടെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഫാക്ടറിയിലേക്ക് അത് പ്രോസസ്സ് ചെയ്യാനായിട്ട് എത്തുക. ഈ സീ ഫുഡ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി കംപ്ലയിൻറ്റ്സ് വരുന്നത് അതിൻ്റെ ട്രാൻസ്പോർട്ട് മോഡിലും ഒക്കെയാണ്. ആ ടൈം ഡിലേ ഇല്ലാതെ ഇമ്മീഡിയറ്റ് പ്രോസസ്സിംഗ് ആണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി സീ ഫുഡിൻ്റെ അതിൽ പറയുന്നത്. പിന്നെ സീ ഫുഡ് അല്ലാതെ മറ്റു പ്രോഡക്റ്റുകൾ, പൗൾട്രി, മീറ്റ്, വെജിറ്റബിൾസ്, ഇതെല്ലാം അത് നമുക്ക് ഇവിടെ കേരളത്തിലേക്കാളും കൂടുതൽ ഐഡിയലായിട്ടുള്ള അതിൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള അത് കറക്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഏരിയകളിലാണ്. അപ്പോൾ അത് UP, ഉത്തരാഖണ്ഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് വെജിറ്റബിൾസ് പാക്ക് ചെയ്യുന്നത്. അവിടെ നമ്മളുടെ കമ്പനിയുടെ ക്വാളിറ്റി സ്റ്റാഫ് അവിടെ സ്റ്റേ ചെയ്ത് ആ പ്രൊഡക്ഷൻ മോണിറ്റർ ചെയ്ത് ചെക്കിംഗ് എന്നുള്ളതിനേക്കാളും അവരുടെ ഓൺലൈൻ പ്രൊഡക്ഷൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള പ്രോഡക്റ്റ് പാക്കേജ് നമ്മുടെ ബ്രാൻഡിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അത് വെജിറ്റബിൾസ് ആയാലും പൗൾട്രി ആണെങ്കിലും മീറ്റ് പ്രോഡക്ട്സ് ആണെങ്കിലും കമ്പനിയുടെ ഓൺ ഡയറക്ഷനിൽ നമ്മൾക്ക് വേണ്ടി വെൻഡേഴ്സ് പാക്ക് ചെയ്ത് തരുന്നത്. അങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്യണത്. പിന്നെ ഈ പൊറോട്ട പോലെയുള്ള ഇന്ത്യൻ ബ്രെഡൊക്കെ നമ്മൾക്ക് ഇവിടെ തന്നെ ഞങ്ങൾ ഹാൻഡ് മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അത് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹൈജീൻ സ്റ്റാൻഡേർഡ്സും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും മെയിൻറ്റെയിൻ ചെയ്താണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ഞങ്ങൾ പ്രോഡക്റ്റ് സോഴ്സിങ് ക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്റ്റെപ്പുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത്രത്തോളം സ്റ്റാഫ്സും ഉണ്ടാവും എന്നറിയാം. എന്നാലും ഇത് 2011 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്ര സ്റ്റാഫാണ് ഉണ്ടായിരുന്നത്? ഇപ്പോൾ എത്ര സ്റ്റാഫിൽ എത്തി നിൽക്കുന്നു? അത് 2011 നമ്മളിത് കമ്പനി ഇത് തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ 3 പേരാണ് കമ്പനിയിൽ ആദ്യം ഉണ്ടായിരുന്നത്. ഞാനും കൂടി ജോയിൻ ചെയ്തപ്പോൾ 4 ആയി. അപ്പോൾ 2011 കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സമയങ്ങളിലും സ്റ്റാഫ് അഡീഷൻസ് അതാത് സമയങ്ങളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 2024 നമ്മളിപ്പോൾ 850+ ആൾമോസ്റ്റ് ഒരു 1000-നടുത്തുള്ള ഓൺ റോളും ഓഫ് റോളും ആയിട്ടുള്ള സ്റ്റാഫുകൾ 1000-നടുത്ത് സ്റ്റാഫുണ്ട്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 11,000+ ആക്റ്റീവ് ക്ലയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ പറഞ്ഞ 2011 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അബാദ് ഗ്രൂപ്പിന് തന്നെയാണ് കൂടുതൽ കൊടുത്തത്. പിന്നെ താജിലേക്കൊക്കെ ആ ഒരു പ്രീമിയം സെക്ടറിലേക്ക് പോയി എന്ന് പറഞ്ഞു. അത് കൂടാതെ ഏറ്റവും വലിയ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്വാണ്ടിറ്റിയിൽ ഒരു ഓർഡർ വന്നത് എപ്പോഴായിരുന്നു നമ്മുടെ അബാദ് ഫുഡ്സിന്? അത് പല ഇവൻറ്റ്സിലേക്ക് ഇപ്പോൾ ഗേലോ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നു. അത് ഈ സ്പോർട്സ് കണക്റ്റഡ് ആയിട്ട് ബാംഗ്ലൂർ വെച്ച് നടന്നൊരു ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഡെയിലി ഒരു 3,500 കിലോസ് സപ്ലൈ ആ ഒരു ഒറ്റ ഇവന്റിന് വേണ്ടി തന്നെ വേണമായിരുന്നു. ഒരു 1 വീക്കിന്റെ ഇവന്റ്, ഹ്യൂജ് വോളിയമാണ് അതിൽ നടക്കുന്നത്. അപ്പോൾ ഈ 3,000 kg എന്നൊക്കെ പറയുമ്പോൾ അതൊരു സാർ പറഞ്ഞ ഒരു ഹ്യൂജ് വോളിയം ആണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് എത്ര എമൗണ്ട് ആയിരിക്കും കൊടുക്കുക? അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കാലം മുതലേ നമ്മൾക്ക് ഒരു മിനിമം 3 kg ഓർഡർ ഉണ്ടെങ്കിൽ
ആ ഡെലിവറികൾ എവിടെയാണെങ്കിലും ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. അത് നമ്മുടെ ഒരു റെഗുലർ ക്ലയൻറ്റ്സ് ആണെങ്കിൽ അവർ പലപ്പോഴും കാറ്ററിംഗ് ക്ലയൻസൊക്കെ ഓർഡർ എടുക്കുമ്പോൾ 200 കിലോ 100 കിലോ അങ്ങനെയുള്ള ഓർഡറുകളൊക്കെ ആയിരിക്കും തരുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില ഐറ്റംസ് മിസ്സാവും. അവർ ഒരു സ്ഥലത്ത് തന്നെ ഒരു സമയത്ത് തന്നെ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്യുന്നവരാണ് ഈ കാറ്ററിംഗ് കമ്പനികൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 3 കിലോ അല്ലെങ്കിൽ 4 കിലോ 2 കിലോ ഒക്കെ ആണെങ്കിലും ഞങ്ങൾ അത് ചിലപ്പോൾ നമ്മുടെ സെപ്പറേറ്റ് ഒരു വണ്ടി ആയിരിക്കില്ല അതിന് പോകുന്നത്. പക്ഷേ നമ്മളത് എങ്ങനെയാണെങ്കിലും ഐദർ ബൈ ട്രെയിൻ ഓർ ബൈ ബസ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങോട്ട് പോകുന്ന ആളുകളുടെ കയ്യിൽ എന്തായാലും ആ പ്രോഡക്റ്റ് അവിടെ എത്തിയിരിക്കും. അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ വലിയ സ്ഥാപനമാണെങ്കിൽ പോലും വെൻഡേഴ്സിൽ നിന്ന് ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത്രയും പ്രൊഡക്ട്സ് കിട്ടിയില്ല എന്നൊക്കെ വരാം, അല്ലെങ്കിൽ വെൻഡേഴ്സിനെ തന്നെ കിട്ടിയില്ല എന്ന് വരാം. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് സീസണൽ ആണ് ഈ സീ ഫുഡിൻ്റെ ലാൻഡിങ്. സീ ഫുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ മീറ്റ് പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഈ ചൂട് ഇത്രയും കൂടിയ സമയങ്ങളിൽ മീറ്റ് പ്രോഡക്റ്റിന് ഷോർട്ടേജ് ഉണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ കമ്പനി എപ്പോഴും ഈ ഫ്രോസൺ പ്രോഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 2 year ആണ്. 2 year എന്ന് ഞങ്ങളുടെയൊക്കെ പ്രോഡക്റ്റുകൾ ഒരു 4 മാസം 5 മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് കഴിയുന്നതാണ്. പക്ഷേ എങ്കിലും നമ്മളൊരു 2.5 മന്തിൻ്റെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റം അബാദ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ വലിയൊരു ബാക്കപ്പ് കൊണ്ട് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്ത് ഈ എന്തെങ്കിലും മാർക്കറ്റിൽ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് പ്രീ പ്ലാൻ ചെയ്ത് പ്രൊക്യൂർമെൻറ്റ് കറക്റ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടാറുണ്ട്. പിന്നെ നമ്മളുടെ കൺട്രോളിലല്ലാത്തത് സീ ഫുഡ് ലാൻഡിങ്ങാണ്. അത് കടലിൽ ഫിഷിങ്ങിന് പോകുന്നവർക്ക് ഏത് മീൻ കിട്ടും എന്ത് കിട്ടും എന്നുള്ളത് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ആ സമയങ്ങളിലേക്ക് വേണ്ടി ഇപ്പോൾ പോംഫ്രെറ്റ് വൈറ്റ് പോംഫ്രെറ്റ് പോലെയുള്ളതൊക്കെ ശരിക്കും 3-4 മാസങ്ങളെ ഒരു ഇയറിലെ ആകെ ക്യാച്ചുള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ടേജസ് ഫിഷിങ്ങിൽ വരുന്ന ഇത് വരാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ഓൾമോസ്റ്റ് 90% സ്റ്റോക്കും ഞങ്ങൾ ഇൻഷുർ ചെയ്യാറുണ്ട്. സർ, നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ച അബാദ് ഫുഡ്സിൻ്റെ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ എത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയാൽ പോലും മാർക്കറ്റിങ്ങിൽ ഒരു ഫണ്ട് അവർ മാറ്റി വെക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും കോൺസെൻട്രേഷൻ അവർ അതിൽ കൊടുക്കും. അപ്പോൾ അബാദ് ഫുഡ്സ് മാർക്കറ്റിംഗ്, പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊക്കെ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്? അതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. അബാദ് ഫുഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു 12 ഇയറിൻ്റെ ഒരു ജേണിയിൽ ഞങ്ങൾ ഏറ്റവും കുറവ് ഫണ്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മേഖലയാണ് മാർക്കറ്റിംഗ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ബിസിനസ് കൂടുതലും റെഫറൻസ് വഴിയും ഒരു മൗത്ത് പബ്ലിസിറ്റി വഴിയും ആ പ്രോഡക്റ്റ് ക്വാളിറ്റിയും പിന്നെ പറഞ്ഞ സമയത്ത് പറയുന്ന വോളിയം അതേ ക്വാളിറ്റിയിൽ എത്തിച്ചു തരുമെന്നുള്ളൊരു ഗ്യാരണ്ടി, അത് ഞങ്ങളുടെ ഒരു സർവീസ് ലെവൽ കൊണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. കമ്പനിയുടെ ഒരു ഗുഡ് വില്ലും ക്വാളിറ്റി പ്ലസ് പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണെങ്കിലും അത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സ്ഥലത്ത് എത്തിച്ചു തരുമെന്നുള്ളൊരു ഗ്യാരണ്ടി. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് സപ്പോർട്ട്. കൂടാതെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ഇറയാണ്, അതനുസരിച്ച് കാര്യങ്ങൾ നമ്മളും കുറേ ചെയ്തു പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, യൂട്യൂബ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അബാദ് ഫുഡ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ റീറ്റെയിൽ ഡിവിഷൻസ് ബ്രില്ലാർ, സീസ്പാർക്കിൾ ഇവരെല്ലാവരും ഈ കാര്യങ്ങളിലെല്ലാം ആക്റ്റീവാണ്. പക്ഷേ ട്രൂലി നമ്മൾ വലിയൊരു ഫണ്ടൊന്നും മാർക്കറ്റിങ്ങിന് വേണ്ടി ഇതുവരെ ചിലവഴിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ കൂടെ ബിസിനസ്സിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളെ ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്. കാറ്ററിംഗ് അസോസിയേഷൻസ് ഉണ്ട് കേരളയിൽ. അതുപോലെ തന്നെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നുണ്ട്. അവരുടെ എല്ലാ ഇവൻറ്റ്സ്, സൂപ്പർ മാർക്കറ്റ് അസോസിയേഷൻ ഉണ്ട്. ഇവരുടെ ഇവൻറ്റുകളിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് ഒരു മാർക്കറ്റിംഗ് അവരുടെ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള ആ ഒരു ഫണ്ടിൻ്റെ ഒരു ഷെയർ ഞങ്ങൾ എടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഫംഗ്ഷനുകളിൽ സ്റ്റോളും സാമ്പിളിങ്ങും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ആക്റ്റീവായിട്ട് അതൊരു ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അസോസിയേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഹാൻഡ് ഷെയറിംഗ് ആണ്, അത് ചെയ്യാറുണ്ട്. പിന്നെ ഈ പറയുന്ന ഡിജിറ്റലിലാണ് കൂടുതലും മാർക്കറ്റിംഗ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് തന്നെ റീഫർ വെഹിക്കിൾസ് തന്നെ 70+ ഉണ്ട്. അപ്പോൾ അതിലുള്ള ഒരു വെഹിക്കിൾ ബ്രാൻഡിങ് ഞങ്ങൾ ചെയ്യാറുണ്ട്. അതൊരു മൂവിങ് ഹോർഡിംഗ് ആണ്. ഓൾ കേരള എല്ലായിടത്തും സപ്ലൈ പോകുന്ന സ്ഥലങ്ങളാണ്.